ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്കിന്ന് തെർമൽ മെത്തേഡ് ഓഫ് അനാലിസിസിലെ മൂന്നാമത്തെ ടെക്നിക്ക് പഠിക്കാം. ഡിഫറൻഷ്യൽ സ്കാനിങ് കലോറിമെട്രി, DSC. What is DSC? DSC is a thermoanalytical technique in which the difference in heat flow into the sample and a reference is measured as a function of temperature while the two are subjected to a controlled temperature program. അപ്പോൾ നമ്മൾ ഈ പഠിച്ച പഠിച്ചു കഴിഞ്ഞ രണ്ട് ടെക്നിക്കുകളിൽ ഇതുപോലെ തന്നെയായിരുന്നു. ഒന്നിൽ മാസ് മെഷർ ചെയ്തു ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ, പിന്നെ ഡീറ്റെയിൽ ആണെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് മെഷർ ചെയ്തു ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. DSCയിൽ ഡിഫറൻസ് ഇൻ ഹീറ്റ് ഫ്ലോ ടു ദ സാമ്പിൾ ആൻഡ് ദ റെഫറൻസ് ഈസ് മെഷർ ചെയ്യുന്നു. അപ്പം ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ എപ്പോഴും എന്തുവാ, ഒരു നമ്മുടെ സബ്സ്റ്റൻസ് കൺട്രോൾഡ് ടെമ്പറേച്ചർ പ്രോഗ്രാമിന് വിധേയമാക്കിക്കൊണ്ട്, ഇവിടെ സബ്സ്റ്റൻസ് മാത്രമല്ല റെഫറൻസും ഉണ്ട്, സബ്സ്റ്റൻസും റെഫറൻസും കൺട്രോൾഡ് ടെമ്പറേച്ചർ പ്രോഗ്രാമിന് വിധേയമാക്കിക്കൊണ്ട് ഡിഫറൻസ് ഇൻ ഹീറ്റ് ഫ്ലോ ടു ദ സാമ്പിൾ ആൻഡ് ദ റെഫറൻസ് മെഷർ ചെയ്യുന്നു ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് DSC? In DSC, the difference in heat flow to the sample and reference at the same temperature is recorded as a function of temperature. That is the principle of DSC. Heat flow to the sample and the reference at the same temperature is recorded as a function of temperature. ഈ ഒരു ടെക്നിക്കിൽ ത്രൂ ഔട്ട് ദ എക്സ്പെരിമെന്റ് സാമ്പിളും റെഫറൻസും സെയിം ടെമ്പറേച്ചർ, നിയർലി സെയിം ടെമ്പറേച്ചർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യിക്കണം. ഇവിടെ സെയിം ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യിക്കണം. നമ്മൾ ഹീറ്റ് അതിനകത്തോട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സബ്സ്റ്റൻസിൽ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻസ് നടക്കാനുണ്ടെങ്കിൽ അതൊന്നുകിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹീറ്റ് ഇവോൾവ് ചെയ്യുകയോ ചെയ്യും. റെഫറൻസ് എന്ന് പറയുന്നത് ഒരു എംപ്റ്റി പാൻ ആയിരിക്കും. അതിൽ പ്രത്യേകിച്ച് റിയാക്ഷൻസ് ഒന്നും നടക്കാനില്ല. അതിലോട്ട് അതുകൊണ്ട് ഹീറ്റ് ഇവോൾവ് ചെയ്യേണ്ടി അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻസ് ഒന്നും നടക്കുന്നില്ല. അപ്പൊ ഈ രണ്ട് സബ്സ്റ്റൻസുകൾ, അതായത് സാമ്പിളും റെഫറൻസും സെയിം ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യണം. സിൻസ് ദ DSC is at constant pressure, heat flow is equivalent to enthalpy change. ഈ DSC കോൺസ്റ്റന്റ് പ്രഷറിൽ നടത്തുന്ന ഒരു എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് ഇവിടുത്തെ ഹീറ്റ് ഫ്ലോ ഈസ് ഈക്വലന്റ് ടു എൻതാൽപി ചേഞ്ച്. ഇനി എന്തുകൊണ്ടാണ് എൻതാൽപി ചേഞ്ച് വരുന്നത്? ആ സബ്സ്റ്റൻസിൽ നടക്കുന്ന ഫിസിക്കൽ ആൻഡ് കെമിക്കൽ റിയാക്ഷൻസിന്റെ ഫലമായിട്ടാണ് എൻതാൽപി ചേഞ്ച് അവിടെ ഉണ്ടാകുന്നത്. ആ എൻതാൽപി ചേഞ്ചിനെ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ DSC ഉപയോഗിക്കുന്നു. പ്രിൻസിപ്പിൾ ഓഫ് DSC എക്സാമിന് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. Next is the instrumentation of DSC. This is the DSC cell cross section. Here this portion is the sample chamber. Here is the reference and the sample. This is the reference pan and this is the sample pan. This one is the silver furnace. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സിൽവർ ഫർണസ്. പിന്നെ ഉള്ളത് ഇവിടെ ഒരു ഗ്യാസ് പർജ് ഇൻലെറ്റ് ഉണ്ട്. അത് നമുക്ക് ഈ സാമ്പിൾ ചേമ്പറിനകത്തിലെ അറ്റ്മോസ്ഫിയറിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, നമുക്ക് ഏത് അറ്റ്മോസ്ഫിയർ ആണോ വേണ്ടത് അതിന് നമുക്ക് ഈ ഗ്യാസ് പർജ് ഇൻലെറ്റ് ഉപയോഗിക്കാം. സാധാരണയായിട്ട് ലിക്വിഡ് നൈട്രജൻ ആണ് പർജ്ഡ് ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഒരു ഡ്രൈ ആൻഡ് റീപ്രൊഡ്യൂസിബിൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. പിന്നെ ഇത് ലിഡ്. പിന്നെ ഈ രണ്ട് റെഫറൻസ് പാനും സാമ്പിൾ പാനും വെച്ചിരിക്കുന്നത് തെർമോ ഇലക്ട്രിക് ഡിസ്കിലാണ്. തെർമോ ഇലക്ട്രിക് ഡിസ്ക് മേഡപ്പ് ഓഫ് കോൺസ്റ്റന്റൻ. കോൺസ്റ്റന്റൻ ഈസ് ആൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് നിക്കൽ. ഇതിന്റെ റെസിസ്റ്റൻസ് എത്ര ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടായാലും, ഒരു വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വേരിയേഷൻസിൽ ഇതിന്റെ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് കോൺസ്റ്റന്റിന്റെ പ്രത്യേകത. പിന്നെ നോക്കിക്കേ, ഈ പാനിന്റെ അടിയിലായിട്ട് ലോവർ സൈഡിൽ എന്തുണ്ട്, ഒരു ക്രോമൽ വേഫർ വെച്ചിട്ടുണ്ട്. സാമ്പിൾ പാനിന്റെ അടിയിൽ ഒരു ക്രോമൽ വേഫർ ഉണ്ട്, ഇതിന്റെയും സാമ്പിൾ പാന്റെ റെഫറൻസ് പാന്റെ അടിയിലായിട്ട്. അപ്പം അവിടെ നമ്മുടെ ഈ കോൺസ്റ്റന്റിനും ഈ ക്രോമൽ വേഫറും കൂടെ ചേർന്നിട്ടൊരു തെർമോ കപ്പിളായിട്ട് ആക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, അലൂമൽ വയറും ഉണ്ട്, ക്രോമൽ വയറും ഉണ്ട്. അതും ഇതുപോലെ ഈ ലോവർ സൈഡിലോട്ട് തന്നെ രണ്ട് പാനിന്റെയും ലോവർ സൈഡിലോട്ട് ചെല്ലുന്നുണ്ട്. അത് ഒരു അലൂമൽ ക്രോമൽ തെർമോകപ്പിളായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ അലൂമൽ രണ്ട് ടൈപ്പ് തെർമോകപ്പിൾ ഇവിടെ ഉണ്ട്, അലൂമൽ ക്രോമൽ തെർമോകപ്പിളും അതേപോലെ തന്നെ കോൺസ്റ്റന്റൻ ക്രോമൽ തെർമോകപ്പിളും. ഈ കോൺസ്റ്റന്റൻ ക്രോമൽ തെർമോകപ്പിള്
മോണിറ്റർ ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ഹീറ്റ് ഫ്ലോ ടു ദ സാമ്പിൾ ആൻഡ് റെഫറൻസ് ആണ്. അപ്പൊ ഡിഫറൻഷ്യൽ ഹീറ്റ് ഫ്ലോ ടു ദ സാമ്പിൾ ആൻഡ് റെഫറൻസ് മോണിറ്റർ ചെയ്യുന്നത് കോൺസ്റ്റന്റ് ആൻഡ് ക്രോമൽ തെർമോകപ്പിളും, അതേപോലെ തന്നെ സാമ്പിൾ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുന്നത് അലൂമൽ ക്രോമൽ തെർമോകപ്പിളുമാണ്. അപ്പൊ ഈ ഡിഫറൻഷ്യൽ ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നത് ഈ ഞാൻ പറഞ്ഞല്ലോ കോൺസ്റ്റന്റ് ആൻഡ് ക്രോമൽ തെർമോകപ്പിൾ ആണെന്ന്. അത് റീഡ് ചെയ്യുന്നത് വോൾട്ടേജിന്റെ ഡിഫറൻസ് ആയിട്ടാണ്. എന്നിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഡിഫറൻഷ്യൽ ഹീറ്റ് ഫ്ലോ ആയിട്ട് എടുക്കുക. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇൻസ്ട്രുമെന്റേഷന്റെ കാര്യത്തിൽ DSC സെൽ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇത് തന്നെ ഈ കാണിച്ചിരിക്കുന്ന സാമ്പിള് റെഫറൻസ് ഇതേ പവർ കൊടുക്കുന്നു, അതായത് ഹീറ്റ് ഫ്ലോ ഇങ്ങോട്ട് കൊടുക്കുന്നു, ഇവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് പിന്നെ നോട്ട് ചെയ്യുന്നു. ഇതിനകത്ത് ഇതാണ് ഒരു ടിപ്പിക്കൽ DSC കർവ്. അടുത്ത സ്ലൈഡിൽ DSC കർവ് പറയുന്നുണ്ട്. എന്നാലും ജസ്റ്റ് ഇൻസ്ട്രുമെന്റിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഒന്ന് കാണിച്ചിരിക്കുന്നേ ഉള്ളൂ. നോക്കിക്കേ, Y ആക്സിസിൽ ഹീറ്റ് ഫ്ലക്സ് കാണിച്ചിരിക്കുന്നു, X ആക്സിസിൽ ടെമ്പറേച്ചർ ഓർ ടൈം കാണിക്കാം. പിന്നെ ഹീറ്റ് ഫ്ലക്സ് എന്നോ ഹീറ്റ് ഫ്ലോ എന്നോ അല്ലെങ്കിൽ ഡെൽറ്റ dQ/dt എന്നോ അല്ലെങ്കിൽ ഡെൽറ്റ പവർ എന്നോ എങ്ങനെ വേണമെങ്കിലും Y ആക്സിസിൽ വരാം. ആ ഒരു ഫിഗർ തന്നെ, ആ ക്രോസ് സെക്ഷൻ തന്നെ ഒന്ന് കളേർഡായിട്ട് കാണിച്ചിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ കോൺസ്റ്റന്റ് ആണ്, ഈ പിങ്ക് കോൺസ്റ്റന്റ് ആൻഡ് തെർമോകപ്പിളിനെയാണ്, കോൺസ്റ്റന്റ് ആൻഡ് ആ ഡിസ്കിനെയാണ് ഈ പിങ്ക് കളറിൽ കാണിച്ചിരിക്കുന്നത്. ലിഡ്, ഗ്യാസ് പർജ് ഇൻലെറ്റ്, സാമ്പിൾ പാന്, റെഫറൻസ് പാന്, ക്രോമൽ വയർ എല്ലാം ഉണ്ട്. സെയിം ഒന്നുകൂടെ കളേർഡായിട്ട് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. അടുത്തത് DSC കർവ് നോക്കിക്കേ. DSC കർവില് ഞാൻ പറഞ്ഞില്ലേ, ഡെൽറ്റ പവർ എന്നോ അല്ലെങ്കിൽ ഹീറ്റ് ഫ്ലക്സ് എന്നോ ഹീറ്റ് ഫ്ലോ എന്നോ ഒക്കെ അടയാളപ്പെടുത്താം. X ആക്സിസിലെ ടെമ്പറേച്ചർ ആണ്. ഇപ്പൊ ഈ ഫിഗറിൽ നിങ്ങൾക്ക് നമ്മുടെ DTAയിലെ കർവ് ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു. ഇതേ എക്സോ മുകളിലോട്ട് എൻഡോ താഴോട്ട്. ചില ഫിഗർ നോക്കുമ്പോൾ എൻഡോ അപ്പും എക്സോ ഡൗൺ ആയിട്ടും കാണിച്ചിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ഈ ഫിഗർ ഒന്ന് മാറുമെന്നേ ഉള്ളൂ. അതെന്താണേലും എൻഡോ മെൽറ്റിംഗ് പീക്കും എക്സോ ക്രിസ്റ്റലൈസേഷൻ പീക്കും ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പൊ ഇനി നോക്കിക്കേ, ദ ഇന്റഗ്രേഷൻ ഓഫ് ദി ഏരിയ അണ്ടർ ദ DSC കർവ് വിൽ ഗിവ് എ ഡയറക്റ്റ് മെഷർ ഓഫ് ഡെൽറ്റ എച്ച്, ദാറ്റ് ഇസ് ദ എൻതാൽപി ചേഞ്ച് ഓഫ് ദ റിയാക്ഷൻ. ഇതേ ഇവിടുത്തെ ഈ ഏരിയ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഏരിയ എന്ന് പറയുന്നത് എൻതാൽപി ചേഞ്ച് ഓഫ് ദ റിയാക്ഷനെയാണ് കാണിക്കുന്നത്. ഇപ്പൊ മെൽറ്റിംഗ് പീക്കാ കിട്ടുന്നെങ്കിൽ നമുക്ക് എൻതാൽപി ഓഫ് ഫ്യൂഷൻ കിട്ടും. The area of exotherms or endotherms is used to calculate the heat of reaction or the heat of phase transition. എന്താണ് അവിടെ phase transition ആണെങ്കിൽ അതിന്റെ ഹീറ്റ് എത്രയാ, ഹീറ്റ് ചേഞ്ച് എത്രയാന്നുള്ളത് DSC കർവിൽ നിന്നും കിട്ടും. ഇനി ഈ DSC gives a maximum calorimetric accuracy from -170 to 750 degree Celsius. കലോറിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഹീറ്റിനെ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് കലോറിമീറ്റർ. അപ്പൊ ഈ DSC ഉപയോഗിച്ചാൽ നമുക്ക് -170 തൊട്ട് 750 വരെയുള്ള ഒരു സബ്സ്റ്റൻസിന്റെ ഹീറ്റ് ട്രാൻസിഷൻസും എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാനായിട്ട്, അതിനകത്ത് നടക്കുന്ന ഹീറ്റ് കൊടുക്കുമ്പോൾ അതിനകത്ത് നടക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നെല്ലാം മനസ്സിലാക്കാനായിട്ട് നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ സാമ്പിൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രം മതി, 0.1 milligram to 100 milligram മതി. Enthalpy change delta H is equal to QS minus QR. QS is the heat flow to or from the sample. QR is the heat flow to or from the reference. According to the thermal analog of Ohm's law, നമ്മുടെ ഓംസ് ലോ ഇല്ലേ, V is equal to IR എന്ന് പറയുന്ന ഓംസ് ലോ, അതിവിടെ അപ്ലൈ ചെയ്യുമ്പം ഹീറ്റ് ഫ്ലോ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡ്രൈവിംഗ് ഫോഴ്സ്. ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. T2 എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ നിന്നും T1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ, T2 minus T1, and is inversely proportional to the thermal resistance RTH. That is Q is equal to T2 minus T1 by RTH. Directly proportional to temperature difference and inversely proportional to the thermal resistance. ഇനി നമുക്ക് എങ്ങനെ എൻതാൽപി ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു QS മൈനസ് QR, ആ ടേംസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ദേ Q നമുക്ക് ഇതാണെന്ന് നമ്മൾ ഇപ്പൊ പറഞ്ഞു, ഓംസ് ലോ വെച്ചിട്ട്, തെർമൽ അനലോഗ് ഓഫ് ഓംസ് ലോ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, TC മൈനസ് TS ഡിവൈഡ് ബൈ RTH, TC മൈനസ് TR ബൈ RTH, where TC is a constant temperature external to the sample and reference, TS is a sample temperature, TR is a reference temperature. ഇത് നമ്മൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ദേ മൈനസ് ഓഫ് TS മൈനസ് TR ബൈ RTH എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് TS മൈനസ് TR ബൈ RTH. ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, കാണാനൊന്നും പഠിക്കണ്ട. ഇതറിയാലോ, ഹീറ്റ് ഡിഫറൻസ് ആണ് എൻതാൽപി ചേഞ്ച് എന്നുള്ളത്. പിന്നെ നമ്മുടെ ആ ഓംസ് ലോയുടെ തെർമൽ അനലോഗ് വെച്ചിട്ടുള്ളത് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, കാണാൻ പഠിക്കേണ്ട, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. നെക്സ്റ്റ് DSC കർവ് ഓഫ് പോളിയെത്തിലീൻ. പോളിയെത്തിലീൻ്റെ DSC കർവാണ് കാണിച്ചിരിക്കുന്നത്. ഹീറ്റ് ഫ്ലോ ആണ് ഇവിടെ, ടെമ്പറേച്ചർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് X ആക്സിസിൽ. ഇതേ ഇവിടുത്തെ
ഡെൽറ്റ എച്ച് എഫ്, അതായത് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മെൽറ്റിംഗ് പീക്ക് ആണ്. സോ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 133 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് ആ ഒരു കർവ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. പിന്നെ പെർസെൻറ്റേജ് ക്രിസ്റ്റലൈനിറ്റി ഓഫ് ദ സെമി ക്രിസ്റ്റലൈൻ പോളിമേഴ്സ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഹീറ്റ് ഓഫ് ഫ്യൂഷൻ നമുക്ക് DSE കർവിൽ നിന്ന് കിട്ടും. ഹീറ്റ് ഓഫ് ഫ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ക്രിസ്റ്റലൈനിറ്റി ഓഫ് ദി സെമി ക്രിസ്റ്റലൈൻ പോളിമേഴ്സ് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ, ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് 100% പോളിയെഥിലീൻ ഈസ് ഡിറ്റർമിൻഡ് ടു ബി 68.4. നമുക്ക് അതിൽ നിന്ന് കിട്ടി 100% പോളിയെഥിലീന്റെ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ 68.4 ആണ്. ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ദ സാമ്പിൾ, ഒരു സാമ്പിൾ തന്നിരിക്കും, അതിന്റെ പെർസെൻറ്റേജ് ക്രിസ്റ്റലൈനിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന്റെ നമ്മൾ DSE കർവ് എടുത്ത് നോക്കി ഹീറ്റ് ഓഫ് ഫ്യൂഷൻ 54.5 ആണെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ക്രിസ്റ്റലൈനിറ്റി ഓഫ് ദ ഗിവൺ സാമ്പിൾ കണ്ടുപിടിക്കാം. 54.5 ഡിവൈഡഡ് ബൈ 68.4 ഇൻറ്റു 100, ദാറ്റ് ഈസ് 79.7%. അപ്പോൾ നമുക്ക് പല പോളിമേഴ്സിൻ്റെയും പല സെമി ക്രിസ്റ്റലൈൻ പോളിമേഴ്സിൻ്റെയും പെർസെൻറ്റേജ് ക്രിസ്റ്റലൈനിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും നമുക്ക് എന്ത് ഉപയോഗിക്കാം? DSE ഉപയോഗിക്കാം. പീക്ക് ഏരിയ നേരത്തെ പറഞ്ഞ കാര്യമാണ്. പീക്ക് ഏരിയ ഈസ് ഈക്വൽ ടു ദ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. നെക്സ്റ്റ്, ആപ്ലിക്കേഷൻസ് ഓഫ് DSE. എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ്? നമ്മൾ DTയിൽ പറഞ്ഞ പോലെ തന്നെ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ ഒരു ബേസ് ലൈൻ ഷിഫ്റ്റ് ആണ് ഗ്ലാസ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഈ DSE കർവിലും അതുപോലെ തന്നെയാണ്. ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഓഫ് പോളിമേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നു. ക്രിസ്റ്റലൈസേഷൻ ടൈം ആൻഡ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കും. ക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറും കണ്ടുപിടിക്കാം, എത്ര ടൈം എടുത്തു അത് ക്രിസ്റ്റലൈസ് ചെയ്യാൻ എന്നുള്ളത് കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ പെർസെൻറ്റേജ് ക്രിസ്റ്റലൈനിറ്റി കണ്ടുപിടിക്കാം. ഹീറ്റ് ഓഫ് ഫ്യൂഷൻ കണ്ടുപിടിക്കാം. ഹീറ്റ് ഓഫ് ഫ്യൂഷൻ മാത്രമല്ല മറ്റ് പല റിയാക്ഷൻസിന്റെയും ഹീറ്റ് കണ്ടുപിടിക്കാം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി CP കണ്ടുപിടിക്കാം. ഓക്സിഡേറ്റീവ് ആൻഡ് തെർമൽ സ്റ്റെബിലിറ്റി നമുക്ക് പല സബ്സ്റ്റൻസിന്റെയും തെർമൽ സ്റ്റെബിലിറ്റി മനസ്സിലാക്കാൻ ഉപയോഗിക്കാം. റേറ്റ് ആൻഡ് ഡിഗ്രി ഓഫ് ക്യൂറിങ്ങിന്റെ റേറ്റ് ആൻഡ് ഡിഗ്രി കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ റിയാക്ഷൻ കൈനറ്റിക്സ് മനസ്സിലാക്കാനും പ്യൂരിറ്റി മനസ്സിലാക്കാനും നമുക്ക് DSE ഉപയോഗിക്കാം. ആപ്ലിക്കേഷൻസും ഈ പോയിന്റ് വൈസ് ഒന്ന് പഠിച്ചേക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.